സയന്റിഫിക്കായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ മെൻസ്ട്രേഷനെ കുറിച്ച് ചില മിത്ത് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ അറിവില്ലായ്മയും തെറ്റിദ്ധാരണയും സമൂഹത്തിൽ പരക്കുന്നു. ലോകത്തെ ജനസംഖ്യയിൽ പകുതി പേർക്കും നടക്കുന്ന ഈ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിൽ എത്തിക്കേണ്ടത് മറ്റെല്ലാ കാര്യം പോലെയും അത്യാവശ്യമാണ്. മറ്റൊരു കാര്യമാണ് മെൻസ്ട്രേഷൻ എന്നാൽ അശുദ്ധമാണ്. അല്ല, മെൻസ്ട്രേഷൻ എന്നാൽ അശുദ്ധമോ നാണക്കേടോ ഒന്നുമല്ല. അത് ബയോളജിയാണ്. നമ്മൾ ശ്വസിക്കുന്നത് പോലെ, ഹൃദയമിടിക്കുന്നത് പോലെ ശരീരത്തിൻ്റെ മറ്റൊരു പ്രക്രിയ മാത്രമാണ്. അടുത്ത കാര്യമാണ് ആർത്തവം ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു. ഇത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ കരളും വൃക്കകളുമാണ് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നത്, അല്ലാതെ ആർത്തവമല്ല. ആർത്തവം ഒരു ശുദ്ധീകരണ പ്രക്രിയ ആയിരുന്നുവെങ്കിൽ അത് ആർത്തവ വിരാമം വന്ന സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും ഒരു മോശം വാർത്തയായേനെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെൻസ്ട്രേഷൻ സമയത്തെ വേദന എത്ര കഠിനമായാലും അത് നോർമലാണ് എന്നത്. ആർത്തവ സമയത്ത് നേരിയ വയറുവേദന പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ വേദന നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ വേദന സംഹാരികൾ ഫലിക്കാതെ വരികയോ ചെയ്താൽ അത് എൻഡോമെട്രിയോസിസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് മെഡിക്കൽ ശ്രദ്ധ അത്യാവശ്യമാണ്. അടുത്തൊരു മിത്താണ് മെൻസ്ട്രേഷൻ സൈക്കിൾ എപ്പോഴും 28 ദിവസമായിരിക്കുമെന്നത്. ഇതൊരു മിത്തിക്കൽ ആവറേജ് മാത്രമാണ്. തികച്ചും ആരോഗ്യകരമായ ഒരു സൈക്കിൾ ഒരു മാസം 26 ദിവസവും അടുത്ത മാസം 32 ദിവസവും ഒക്കെ ആകാം. നിങ്ങളുടെ ശരീരം ഒരു ക്ലോക്കല്ല. വ്യതിയാനങ്ങൾ സാധാരണമാണ്. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതും മാസത്തിൽ നടക്കുന്ന ഈ പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കാനും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ശക്തി നൽകും.